സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. മഹാരാഷ്ട്രയിലേക്ക് ആ വിജയം നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിജയമാണോ? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? അല്ലാതെ അങ്ങനെ ഒരു വിജയം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാം. അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. നമുക്കറിയാലോ, നമുക്ക് ഉണ്ടാവുന്ന മാനുഷികമായിട്ടുള്ള നമ്മുടെ വ്യതകൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ ഓരോ അണുവിടയിലും നിന്നിപ്പിൽ അത് മാറുക എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമാണോ? പെട്ടെന്നുള്ള ഈ മാറ്റം അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തുകൊണ്ട് വിശ്വാസയോഗ്യം അല്ലാത്തത്? എനിക്ക് BJP ആയതുകൊണ്ടാണ്. BJP ആയതുകൊണ്ട് മാത്രമല്ല, അതൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ ശക്തമായ ഗൂഢാലോചനയുണ്ടെന്ന്. ഓഹോ, കാരണം അധികാര സ്ഥിരാകേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താൻ പറ്റും എന്നതിൽ തർക്കമൊന്നുമില്ലല്ലോ ആർക്കും. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ അടിച്ചു മാറ്റിയതാ. വോട്ടിംഗ് മെഷീൻ, തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്ന വോട്ടിംഗ് മെഷീനിൽ നിങ്ങൾക്ക് തിരിമറി നടത്താൻ പറ്റില്ല. ഒരു എന്റർടൈൻമെന്റ് ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ വികസിത രാജ്യങ്ങളൊക്കെ ഈ വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കി എന്തുകൊണ്ടാണ്? അത് അവരുടെ ചോയ്സ് ആണ്. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. തീർച്ചയായും കോടതി നിർദ്ദേശത്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പബ്ലിക് ചലഞ്ച് ഇപ്പോഴും ഇട്ടിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു തെറ്റായിട്ട് പറയരുത്. കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. സാങ്കേതിക രംഗത്ത് ഇത്രത്തോളം ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഇന്ത്യയേക്കാൾ വികസിത രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക അല്ലെങ്കിൽ